ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിനിഷ് കെയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ടോക്കിംഗ് ടോമിനെ ഒരു കുഞ്ഞ് കൈക്കുള്ളിലാക്കാനാണ്. അതിനുവേണ്ടിയാണ് നമ്മളിന്ന് മൗൾഡിറ്റൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞായിട്ട് നമ്മുടെ കയ്യിൽ ഒപ്പിക്കാവുന്ന രീതിയിൽ എൻ്റേതായ രീതിയിൽ ഞാൻ ടോക്കിംഗ് ടോമിനെ ആക്കി എടുക്കാൻ പോവാണ്. അതിനുവേണ്ടി നമുക്ക് ക്ലേ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആദ്യമേ ശരീരത്തിൻ്റെ ഭാഗമാണ് ആദ്യമേ തലയുടെ ഭാഗം നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നു. പിന്നെ നമ്മൾ കൈ, കാല് അതിനൊക്കെ വേണ്ടിയുള്ളത് എടുക്കുന്നു. പിന്നെ നമ്മൾ വയറ്, ബാക്കി ഭാഗങ്ങളുണ്ടല്ലോ, നെഞ്ചും വയറും ഒക്കെ ഉള്ളിടം, തുടയും, ആ ഭാഗം നമുക്ക് കുറച്ചെടുത്ത് മാറ്റി വെക്കാം. ചെറിയൊരു വയറൊക്കെ തള്ളിക്കൊടുത്തൊക്കെയാണ് കേട്ടോ നമ്മൾ ടോക്കിംഗ് ടോമിനെ ആക്കാൻ പോകുന്നത്. കയ്യിലിരിക്കുന്ന ടോക്കിംഗ് ടോമിന് നല്ല വയറും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതനുസരിച്ചൊക്കെ അത് നോക്കിയൊക്കെയാണ് ചെറിയ രീതിയിൽ നമ്മുടേതായ സ്റ്റൈലിലാണ് കേട്ടോ, കുറച്ച് സ്റ്റൈലിഷ് ലുക്കൊക്കെ കൊടുത്താണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാവുന്നവരൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ടോക്കിംഗ് ടോമിൻ്റെ ശരീരത്തിൻ്റെ വയറും തൊടയും കഴുത്തും ഒക്കെ സെറ്റാക്കിയതിന് ശേഷം നമുക്കിനിയും ചെയ്യാനുള്ളത് അതിൻ്റെ തലയാണ്. അപ്പം തല നമുക്കിനി ഒന്ന് സെറ്റാക്കി കൊടുക്കാൻ കുറച്ച് ക്ലേ എടുക്കണം. ആദ്യമേ നമ്മൾ റൗണ്ടിലൊന്ന് ഉരുട്ടിയിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തിട്ട് നമ്മളൊന്ന് വെച്ച് നോക്കണം കേട്ടോ, കറക്റ്റ് ആവുമോ എന്ന് അറിയണമല്ലോ. അപ്പം അതിനുശേഷം മുകൾ ഭാഗം ഒന്ന് അമർത്തി കൊടുക്കുക. നമുക്കറിയാമല്ലോ, ടോക്കിംഗ് ടോമിൻ്റെ ആകുമ്പോൾ താഴ്ഭാഗത്ത് കുറച്ച് വീർത്തിരിക്കും, താടി കവിളിൻ്റെ ആ ഒരു ഭാഗം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചെവി എന്ന് ഉയർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉയർത്തി കൊടുത്തിട്ട് നമുക്കിനി ചെയ്യാനുള്ളത് കണ്ണിൻ്റെയൊക്കെ ആ ഭാഗം ഉണ്ടല്ലോ, മൂക്കിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം ഒന്ന് അമർത്തി അകത്തോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം കവിളൊക്കെ ടോക്കിംഗ് ടോമിൻ്റെ ചാടിയിരിക്കുന്നതാണേ, ബാക്കി ഭാഗം അകത്തോട്ട് കയറിയിരിക്കുന്ന, അതുകൊണ്ടാണ് നമ്മളത് പ്രസ് ചെയ്തൊന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റായിട്ട് ഞാനൊരു മുട്ടുസൂചി കുത്തി കഴുത്തിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ മുട്ടുസൂചിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഉണങ്ങി കഴിയുമ്പോൾ ഒരു സെറ്റായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അതിനുശേഷം ഞാൻ കുറച്ച് ഫെവിക്കോള് കഴുത്തിന് കൊടുത്തിട്ടാണ് അതൊന്ന് അകത്തേക്ക് കയറ്റി വെക്കുന്നത്. അതൊന്ന് അകത്തേക്ക് കയറ്റി ഒരു ചെറിയ പൂച്ചയുടെ ഒരു ചെറിയ ലുക്ക് വന്നില്ലേ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒന്ന് കയറ്റി വെച്ചതിന് ശേഷം നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ട് അടുത്ത് നമുക്കിനിയും കാല് ചെയ്തെടുക്കാനുണ്ട്. അപ്പം നമ്മൾ കാലിന് വേണ്ടി ആദ്യം ട്യൂബ് പോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് എടുത്ത് നമ്മുടെ കാലിൻ്റെ ആ ഒരു ഉപ്പൂറ്റി പത്തിയുടെ ഭാഗമൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഒന്ന് വളച്ച് കൊടുത്തിട്ട് നമ്മുടെ വിരലുകളൊക്കെ നിൽക്കുന്ന രൂപത്തിൽ, അല്ലെ പൂച്ചയുടെയാണ് കേട്ടോ, നമ്മുടെ അല്ല കേട്ടോ, നമ്മുടെ പോലൊക്കെ തന്നെയാണല്ലോ പൂച്ചയുടെയും വിരലുകളും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു മുട്ടുസൂചി കൊടുക്കുന്നുണ്ട്. കൈയുടെ ആണേലും കാലിൻ്റെ ആണേലും ഒക്കെ ഇടയിൽ മുട്ടുസൂചി ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ കാലും നമ്മൾ അതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം വെള്ളത്തിൽ തൊട്ട് നമ്മളൊന്ന് മിനുസപ്പെടുത്തി ശരീരമൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം സെറ്റാക്കിയിരിക്കുന്ന എവിടം വരെയാണോ അവിടം വരെ നമുക്കൊന്ന് സ്മൂത്താക്കി കൊടുത്ത് ഇങ്ങനെയൊക്കെ. ഇത് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും നല്ല ഭംഗിയാണ് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ, വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഭംഗിയൊന്നും എടുത്ത് കാണാനൊന്നും തോന്നുന്നില്ല. കാരണം നേരിട്ട് കാണുമ്പോൾ സൂപ്പർ സാധനമാണ് ഇത്. അവസാനം നമുക്കൊരു നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ വെള്ളം തൊട്ട് ഇതൊന്ന് മിനുസപ്പെടുത്തി കൊടുക്കുകയാണ്. മിനുസപ്പെടുത്തി നമ്മളിതൊക്കെ ഒന്ന് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ട് നമുക്കിനിയും വെക്കാനുള്ളത് അതിന് കൈയാണ്. അപ്പോൾ കൈയുടെ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം കൈ ഇരിക്കുന്നിടം, കൈ അങ്ങോട്ട് നമ്മൾ വെച്ച് കൊടുക്കുമ്പം തോളിൻ്റെ ഭാഗം കുറച്ചുകൂടി ഉള്ളിലോട്ടല്ലേ. അപ്പോൾ തുടയുടെ ഭാഗം അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ പൂച്ചയുടെ ആണെങ്കിലും മനുഷ്യരുടെ കൂട്ടൊക്കെ തന്നെ നമ്മൾ നേരെയാണല്ലോ ടോക്കിംഗ് ടോം നിൽക്കുന്നത് നമ്മുടെ. അപ്പോൾ അതിനനുസരിച്ച് ഒക്കെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെളിച്ചം വന്നതിൻ്റെ കത്തിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഷേപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊങ്ങി വന്നിരുന്നിടത്ത് നമ്മളൊക്കെ ഒന്ന് തുടയൊന്ന് അമർത്തിയപ്പം പൊങ്ങി വന്നിരുന്ന വയറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളിനി കൈയാണ് സെറ്റാക്കാൻ പോകുന്നത്. കൈ നമ്മൾ ചുരുട്ടി പിടിക്കത്തില്ലേ, കൈപ്പത്തി നമ്മൾ ചുരുട്ടി പിടിക്കുന്ന രീതിയിലാണ് കേട്ടോ. നമ്മൾക്ക് ആദ്യം കണ്ട ടോക്കിംഗ് ടോമില്ലേ, അത് നടുവിനിങ്ങനെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്ന വലിയ ആളായിട്ട് നിൽക്കുന്ന ഒരു ഗമയിൽ നിൽക്കുന്നതായിരുന്നല്ലോ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളും ഉണ്ടാക്കുന്ന ടോക്കിംഗ് ടോമിന് കൊടുക്കാൻ പോകുന്ന കൈ. അപ്പോൾ ഫെവിക്കോളൊക്കെ ഒന്ന് പുരട്ടിയിട്ട്
നമുക്ക് ഈ കൈ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ 2 കൈയും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് സെറ്റാക്കി ഒട്ടിച്ച് കൊടുക്കുക. കുറച്ച് ഗമേ നിൽക്കുന്നത്. അതുപോലെ തന്നെ മടക്കുകളൊക്കെയും നമ്മളൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കത്തി വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു വെട്ട് വീഴുന്ന പോലെ. ഇപ്പോൾ കണ്ടില്ലേ, കൈ കറക്റ്റായിട്ട് വന്നില്ലേ? അതാണ് നമ്മൾ പ്രസ് ചെയ്ത് അകത്തേക്ക് ആദ്യം കൊടുത്തത്. അതിന് ശേഷം നമ്മളിനിയും കുറച്ച് ഒരു കുഞ്ഞ് ട്യൂബ് എടുത്തിട്ട് നമ്മളത് വാലായിട്ട്, അതായത് പുറകിൽ നിന്ന് വരുന്ന വാല് പോലെയാണ് നമ്മുടെ കളിക്കുന്ന ആ കളിപ്പാട്ടം ടോക്കിംഗ് ടോമിലും ഉള്ളത് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് തന്നെ കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന വെട്ട് വയറൊന്ന് ചാടിക്കിടക്കുന്ന പോലാണ്. അതിന് ശേഷം മൂക്കിൻ്റെ അകത്തോട്ട് 2 തൊള വേണമല്ലോ, 2 ഹോളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബലിച്ചോനൊക്കെ ഇടയ്ക്ക് വന്നെത്തി നോക്കുന്നുണ്ട്, അതിൻ്റെ നിഴലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് വായുവൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ രോമം അതിനെ കാണിക്കാൻ വേണ്ടി കത്തി വെച്ച് ചെറിയ രീതിയിൽ കുനുകുനാ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ മറ്റേ ടോക്കിംഗ് ടോമുമായിട്ട് സാമ്യം വരികയും ചെയ്യണം, എന്നാൽ കുറച്ചുകൂടെ സ്റ്റൈലിഷായിട്ട് ലുക്ക് വരികയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് കുനുകുനായൊക്കെ രോമമൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ കൊടുത്തു വരുന്നത്. അപ്പം അതിൻ്റെ കാര്യം നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്തതാണ് എന്താ, പൂച്ചയുടെ മൂക്കിന് താഴെയുള്ള ചെറിയ രോമങ്ങളില്ലേ, കുറച്ച് എടുത്ത് കാണുന്ന രോമങ്ങൾ. അപ്പോൾ അതാണ് നമ്മൾ മീശ പോലെ ഇരിക്കുന്നത്, അത് തന്നെ. അപ്പോൾ അതാണ് നമ്മളിപ്പം ചെറിയ ട്യൂബുകൾ, ഏറ്റവും ചെറിയ ട്യൂബുകളാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. ചെറിയ രീതിയിൽ അതിനവിടെ നടുകിലായിട്ട് അല്ലെങ്കിൽ മൂക്കിനോട് ചേർന്ന ഭാഗത്ത് ഞാൻ ഫെവിക്കോളൂടെ അതിനകത്ത് കുറച്ചൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് സ്റ്റൈലിഷ് ലുക്ക് ആക്കണം, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ. അപ്പം നമുക്കിനി കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ സൺഗ്ലാസസ് ഒക്കെ വെച്ച് ഒരു ഗെറ്റപ്പിൽ ഒരു സ്റ്റൈലിഷ് ലുക്കിലൊക്കെ ബൊക്കെയൊക്കെ പിടിച്ച് നിൽക്കുന്ന പൂച്ചയാണ് കേട്ടോ നമ്മുടേത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം 2 കുഞ്ഞ് റൗണ്ട് എടുത്തിട്ട് പരത്തിയിട്ട് നമ്മളതൊന്ന് കണ്ണിൻ്റെ അവിടെ വെച്ച് കൊടുത്തു. അതിന് ശേഷം ഇനി ഒരു കുഞ്ഞ് ട്യൂബ് എടുത്തിട്ട് നമുക്ക് കണ്ണാടിയുടെ ഫ്രെയിമാക്കി കൊടുക്കാം. വെളിച്ചം കാരണം ക്ലിയർ ആയിട്ടൊന്നും കാണാൻ കിട്ടുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പക്ഷേ നേരിട്ടുള്ള ലുക്ക് അല്ലെ, നമ്മളിത് നേരിട്ട് ചെയ്ത് നോക്കുമ്പോൾ നല്ല കിടു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത്. അപ്പം കണ്ണാടിക്ക് നമ്മൾ ഫ്രെയിമും കൈയും ഒക്കെ വെച്ചൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിനി ചെയ്യാൻ പോകുന്നത് സ്റ്റൈലിഷ് ലുക്കിന് വേണ്ടി ഒരു തൊപ്പി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊപ്പി വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഒരു മുട്ടുസൂചി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടി. അടിയിൽ ഫെവിക്കോള് പുരട്ടിയതാണ്. പിന്നെ ഇനി അടുത്ത തൊപ്പിയുടെ മുകൾ ഭാഗം വേണമല്ലോ, അതിനുവേണ്ടി നമ്മളിങ്ങനെ ഒന്ന് കൊടുത്തിട്ട് കത്തി വെച്ച് കുറച്ച് വെട്ട്, തൊപ്പിയുടെ ചുറ്റിനും ഒരു വെട്ട് പോലെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു വെട്ട് പോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ടിരിക്കുന്ന ബട്ടൺസ് പോലത്തെ ഭാഗം അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഫെവിക്കോൾ വെച്ച് മുകളിലായിട്ട് ഒട്ടിച്ച് വലിയൊരു അടിപൊളി ലുക്കൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതിന് ശേഷം ആളൊരു നിവർന്ന് നിൽക്കുമ്പോൾ, ഉണങ്ങി കഴിയുമ്പോൾ നിവർന്ന് നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ. അപ്പോൾ നിവർന്ന് നിൽക്കണമെങ്കിൽ ഒരു സ്റ്റാൻഡ് വേണം. ഈ 2 കാലും കൊണ്ടൊന്നും ശരിയാവത്തില്ല, വെയിറ്റ് കൂടുതലല്ലേ ക്ലേക്ക്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി 2 മുട്ടുസൂചിയൊക്കെ അടിയിൽ കൊടുത്തിട്ട് ചെറിയൊരു സ്റ്റാൻഡ് പോലെ ബാക്കി വന്ന് ക്ലേ വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്തൊരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കി വന്ന ഇത്തിരി ക്ലേ വെച്ചിട്ട് പൂക്കൾ കൈ പിടിച്ചിരിക്കുന്ന പോലെ ഒരു ബൊക്കെയൊക്കെ കൈ പിടിച്ച്, സംഭവം കോഴിത്തരമാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പരിപാടിയാണ് പൂച്ചയുടേത് നമ്മൾ സ്റ്റൈലിഷ് ലുക്കിലൊക്കെ കാണിച്ചു വെക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഫെവിക്കോൾ ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞപ്പം ഫെവിക്കോൾ പുരട്ടിയിട്ട് നമ്മൾ ആ മുട്ടുസൂചി 2 കാലിലും അങ്ങോട്ട് കയറ്റി. കാരണം കാലിൽ ഞാൻ മുമ്പേ ഇട്ടിരുന്ന കേട്ടോ മുട്ടുസൂചി വെച്ച്. അപ്പോൾ അങ്ങനെ നമുക്കൊരു സെറ്റായിട്ടുണ്ട് നമ്മുടെ പൂച്ച ടോക്കിംഗ് ടോം സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്താലാണല്ലോ നമുക്കൊരു നല്ല ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ വൈറ്റും ബ്ലാക്കും കൂടെ എടുത്തിട്ട് ആണ് ഇതിൻ്റെ ഫുൾ ബോഡി കളർ അടിക്കുന്നത്. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ടോക്കിംഗ് ടോം കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടം, വലിച്ചോൻ്റെ കളിപ്പാട്ടമാണ് കേട്ടോ. ആ ടോക്കിംഗ് ടോമിൻ്റെ കളറ് ഏകദേശം ഒരു ഗ്രേ ആണ്. അപ്പം അതനുസരിച്ചുള്ള കളറാണ് ഞാൻ ബാക്കിയുള്ളിടത്തും ഇവിടെയും എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫുള്ളൊന്ന് കവർ ചെയ്ത് നമുക്കതൊന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. കവർ ചെയ്ത് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ രീതിയിലും അതുമായിട്ടൊരു ചെറിയ സാമ്യമെങ്കിലും തോന്നി തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് എടുക്കുകയാണ്. ബാക്കി നമ്മൾ ശ്രദ്ധിക്കുകയും വേണ്ട, ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും.
അപ്പം ഇനി ഡാർക്കായിട്ട് ആ ഗ്രേയുടെ കുറച്ച് ഡാർക്ക് ഞാൻ വെച്ചിരുന്നു. അത് ഞാൻ ഈ മടക്കുള്ള ഭാഗങ്ങളിൽ കൈയുടെ മടക്കുള്ളിടത്ത് എല്ലാം നമ്മൾ അത് പുരട്ടി കൊടുക്കുക. അതിനുശേഷം ബ്ലൂ കളർ എടുത്ത് ഈ ഒരു ലൈറ്റ് ഗ്രേയോടൊപ്പം ആഡ് ചെയ്തിട്ട് നമുക്ക് സൺഗ്ലാസ്സിന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു യഥാർത്ഥ കളർ കിട്ടും. അതിനുശേഷം ഫ്രെയിമിലേക്ക് നമുക്ക് ബ്ലാക്ക് കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഫ്രെയിമിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പൂച്ചയുടെ ഒരു മീശയില്ലേ, ആ ഭാഗത്തൂടെ ഈ ബ്ലാക്ക് ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മൂക്കിൻ്റെ തുളയിൽ ആഡ് ചെയ്യുക. ഈ മീശയിൽ ശരിക്കും പറഞ്ഞാൽ വൈറ്റാണ് വരുന്നത് കേട്ടോ. അത് ആദ്യമേ ഒന്ന് ബ്ലാക്ക് ആഡ് ചെയ്തതിന് ശേഷം വൈറ്റ് ആഡ് ചെയ്യുമ്പോഴേ കുറച്ചുകൂടെ ഭംഗി വരും. അപ്പോൾ അതിന് ശേഷം ബ്ലാക്ക് ഞാൻ ആ സ്റ്റാൻഡിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലൊന്ന് ശരിയാക്കി കൊടുക്കുക. അത് ഫുള്ളൊന്ന് ബ്ലാക്ക് കൊണ്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് പുല്ല് പോലൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ആ പുല്ല് പോലത്തേതിൽ ഞാൻ പച്ച കളറ്, കടും പച്ചയാണ് കേട്ടോ അടിച്ചു വെക്കുന്നത്. അതിന് ശേഷം നമ്മുടെ പൂച്ചക്കട കയ്യിലൊരു ബൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ തണ്ടും പിന്നെ അതിൻ്റെ പൂക്കൾക്ക് കളർ വേണം. അതിനു മുമ്പായിട്ട് തൊപ്പിയുടെ മുകൾ ഭാഗത്ത് ഞാൻ അടിക്കുന്നത് ഒരു മെറൂൺ പോലത്തെ കളറാണ് കേട്ടോ. രണ്ട് അറ്റത്തായിട്ടും മെറൂൺ കളറാണ് അടിച്ചു വെക്കുന്നത്. അപ്പോൾ അത് ഫുള്ളൊന്ന് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പൂക്കൾക്ക് ഞാൻ ആ കളർ കൊടുക്കുന്നുണ്ട്. പൂക്കൾക്ക് പല കളറുകളിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. വൈറ്റും അതേപോലെ തന്നെ ഇതും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ലൈറ്റ് ഷെയ്ഡ് ഗ്രീനാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഗ്രീന് നമ്മൾ തൊപ്പിക്ക് വേണ്ടി കൊടുക്കാനാണ്. തൊപ്പിയുടെ ബാക്കി ഭാഗത്ത് നമുക്ക് ഈ ലൈറ്റ് ഗ്രീന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മെറൂണ് താഴ്ഭാഗത്തുനിന്ന് വലിച്ചെടുക്കുന്നുണ്ട്. കാരണം അപ്പോഴേ ഒരു ഷെയ്ഡ് നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് മെറൂണ് അതിനോട് മിക്സ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ തൊപ്പി മൊത്തത്തിലൊന്ന് നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫുള്ളതൊന്ന് ആയതിനു ശേഷം നമുക്ക് ഒരു വര നമ്മൾ ആദ്യം വെട്ടിയിട്ടിരുന്നല്ലോ, ആ ഭാഗത്തായിട്ടാണ് ഈ മെറൂൺ ഷെയ്ഡ് നമ്മളൊന്ന് കയറ്റി ഒന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ തൊപ്പിയുടെ മെറൂൺ കളർ അടിച്ചെടുത്ത് ചുമ്മാ ഒരു ഡോട്ട് പോലെ ഒരു ഡിസൈന് വേണ്ടിയും ഈ പച്ച കളർ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്, അപ്പുറം എല്ലാം. അതിനുശേഷം നമ്മൾ വൈറ്റ് കളർ എടുത്തിട്ട് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ മീശയുടെ മുകളിലായിട്ട് വൈറ്റ് കളറാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. എന്നാലും ബ്ലാക്കിന് മുകളിൽ കൊടുക്കുമ്പോൾ ഒരു ഇടുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്ലാക്കിന് മുകളിലായിട്ടാണ് ഈ വൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ ആ വൈറ്റ് കളറ് കൊടുത്തതിന് ശേഷം നമ്മൾ സൺഗ്ലാസസിലൊരു റിയാലിറ്റി തോന്നാൻ വേണ്ടി ചെറിയ രീതിയിൽ ലൈറ്റ് അടിക്കുന്ന ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പൂച്ചയുടെ നഖത്തിൻ്റെ ഭാഗം നമ്മുടെയൊക്കെ വരയ്ക്കുന്ന പോലെ തന്നെ നഖത്തിൻ്റെ കളറായിട്ട് വൈറ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഈ പിങ്ക് ഷെയ്ഡ് എടുത്തിരിക്കുന്നത് വായുടെ ഭാഗത്ത്, നമ്മുടെ ടോക്കിംഗ് ടോം ഉണ്ടല്ലോ കളിപ്പാട്ടം, അപ്പോൾ അതിനും ഇതേപോലെ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വായുടെ ഭാഗത്തൊക്കെ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു റിബൺ കെട്ടിയിരിക്കുന്ന കണക്കെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടും ഈ പിങ്ക് ഷെയ്ഡ് കൊണ്ട് തന്നെ ഒന്ന് കൊടുക്കുകയാണ്. അപ്പം അതുമായിട്ട് നല്ല സാമ്യം അപ്പോൾ വരണം, എന്നാൽ ഒട്ടും സ്റ്റൈലും ആവണം. അപ്പം നമ്മുടെ പൂച്ച ഏകദേശം സെറ്റായി. ഇനി നമുക്ക് പുറകുവശത്താണ് പെയിൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ ഞാൻ നല്ല ഡാർക്കായിട്ട് എടുത്തിരുന്ന ഗ്രേ കളറാണ് കൊടുക്കാൻ പോകുന്നത്. പുറകുവശത്തിന് വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ല. അപ്പം നമ്മുടെ പൂച്ച സെറ്റായി, കണ്ടോ? ഏകദേശം ടോക്കിംഗ് ടോം ഒക്കെ പോലെ തന്നെ ഇല്ലേ? നേരിട്ട് കണ്ടാൽ ഇതിലും ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി എത്തുന്നിടം വരെ ടാറ്റാ.